നിങ്ങൾ ഒരു കാര്യം സത്യസന്ധമായി ഉൾക്കൊള്ളണം. ഭഗവാൻ പറഞ്ഞ ഗീത നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ടോ? ഗീതയിലെ 9-ാം അധ്യായത്തിലെ, ഇനി വാക്ക് മാറരുതേ, ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ വാക്ക് മാറരുത്, പിന്നെ അതിൽ ഉറച്ചു നിൽക്കണം. ഒന്നുകൂടി ചോദിക്കട്ടെ, ഗീത ഉൾക്കൊള്ളുന്നുണ്ടോ? ഗീതയെ അല്ല, ഏത് ഗീത? അത് അമ്മായിയുടെ മകളാണെന്ന്. ഗീതയുടെ കാര്യമല്ല പറഞ്ഞത്, ഭഗവത്ഗീതയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഭഗവത്ഗീത ഉൾക്കൊള്ളുന്നുണ്ടോ? ഇപ്പം ആരുമില്ലേ? പറഞ്ഞപ്പോഴേ കൈ നീട്ടി മാറ്റി. ഉൾക്കൊള്ളുന്നുണ്ടോ? ഉണ്ട്. അത് ശരിക്കും നമ്മൾ പ്രാവർത്തികമാക്കണം തോന്നുന്നുണ്ടോ? ഉണ്ടോ? അപ്പം അതിൽ പറയുന്ന ഒരു ഭക്തി, അത് നമുക്ക് കൊണ്ടു നടക്കാൻ ശ്രമിച്ചാലോ? തയ്യാറാണോ? തയ്യാറാണ്. അപ്പൊ 9-ാം അധ്യായത്തില് 27-ാമത് ശ്ലോകം എടുക്കുക നിങ്ങൾ. ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു തരാട്ടോ. ഞാൻ എൻ്റെതായിട്ടൊന്നും നിങ്ങളെ ഇമ്പോസ് ചെയ്യുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേ വേണ്ട. നിങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് പറയൂ, ആ സ്വാമി ആകെ കൺഫ്യൂഷൻ ആക്കിയെന്ന്. ഞാനൊന്നും കൺഫ്യൂഷൻ ആക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഈ ഗീതയിൽ പറഞ്ഞതിനെ ഒന്ന് നിങ്ങളുടെ പൊടി തട്ടി മാറ്റിത്തരികയാണ് തലയുടെ ഉള്ളിൽ. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്യുക. അത്രയുള്ള എൻ്റെ ജോലി. കിട്ടിയോ? 9-27 അല്ലെങ്കിൽ 28, പ്രോബബ്ലി 27-28 സമം സർവേഷു ആണോ? സമോഹം സർവഭൂതേഷു, അതാണോ? 29-ാം ശ്ലോകം, 29 കിട്ടിയോ? 29 എല്ലാവർക്കും ഒന്ന് ചൊല്ലാലോ. സമോഹം സർവഭൂതേഷു. ഒന്നുകൂടി ചൊല്ലാം. സമൂഹമല്ല, സമോഹം സർവഭൂതേഷു. ഇത് അർത്ഥമാവുന്നവർ എത്ര പേരുണ്ട്? ഇത് വായിച്ചാൽ, ഇങ്ങനെ വായിച്ചാൽ അർത്ഥമാകുന്നവരെ എത്ര പേരുണ്ടെന്ന് കൈപൊക്കൂ. കുറച്ച് പേരേ ഉള്ളൂ. സമൂഹമാണോ സമോഹമാണോ? സമ അഹം, അതാണ് സമൂഹം. സമ അഹം സർവഭൂതേഷു. അപ്പൊ എന്താ അർത്ഥം? സർവഭൂതേഷു പറഞ്ഞാൽ ഉറക്കെ പറയൂ. എല്ലാ ഭൂതങ്ങളിലും സമ അഹം, ഞാൻ സമമാണ്. അപ്പൊ കൃഷ്ണനിൽ കൃഷ്ണ ചൈതന്യം എത്രയുണ്ടോ അത്രയും ചൈതന്യം എല്ലാവരും. സമൂഹം സർവഭൂതേഷു. ഇനി നമേ ദ്വേഷോസ്തിന പ്രിയ. കൂടെ വരണം, വായിക്കണം. വായും പൊളിച്ചിട്ട് എന്നെ നോക്കിയിരുന്ന കാര്യം. ഒന്നുകൂടി ചൊല്ലാം. സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തിന പ്രിയ. മേ എനിക്ക് ആരോടും ദേഷം ന അസ്തി. എനിക്ക് ഒട്ടും ആരോടും ഒരു ദേഷ്യവും ഇല്ല. മേ പ്രിയം ന അസ്തി. എനിക്ക് ആരോടും പ്രത്യേകിച്ചൊരു, ഇപ്പം നിങ്ങളിപ്പോൾ പോയി തൊഴുതു എന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കുട്ടിക്കൃഷ്ണൻ വന്നില്ലേ, കുട്ടിമാള് വന്നില്ലേ, ഒരു കണക്കൊന്നുമില്ല. അങ്ങനെ തൊഴുതു എന്ന് വെച്ചിട്ട് നിങ്ങളോടൊരു പ്രിയവും ഇല്ല, നിങ്ങളോടൊരുട്ട് അപ്രിയവും ആർക്കില്ല? ഭഗവാനില്ല. അപ്പം ആരെയാണ് ഭഗവാൻ ശരിക്കും അനുഗ്രഹിക്കുക? ആരുടെ കൂടെയാണ് ഭഗവാൻ കരുത്തു കൊടുക്കുക? അടുത്ത വരിയാണ് ഇമ്പോർട്ടൻ്റ്. ഏ ഭജന്തി മാം ഭക്ത്യാ. അതൊന്നുകൂടി ചൊല്ലൂ. ഏ ഭജന്തി മാം ഭക്ത്യാ. ഏ ഹൂവർ, ആരാവട്ടെ, ഭജന്തി ഭജിക്കുന്നു. എങ്ങനെ? ഭക്തിയാ. അപ്പൊ നോക്കൂ, ഭജനവും ഭക്തിയും രണ്ടാണ്. ഭജനവും ഭക്തിയും രണ്ടാണ്. ഭക്തി എന്നത് ഭാവനയാണ്, ഭക്തി എന്നത് ലയമാണ്, ഭജനം എന്നത് അനുഷ്ഠാനമാണ്. അപ്പം ആരുടെ മനസ്സാണോ പ്രേമത്തോടെ, ലയത്തോടെ, രസത്തോടെ അനുഷ്ഠാനത്തിൽ മുഴുകുന്നത്, അതിൻ്റെ പേരാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പം ആരാണോ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നത്, അടുത്ത വരി എന്താണ്? മയി തേ തേഷു ചാപ്യഹം. മയി തേഷു, തേഷു എന്ന് പറഞ്ഞാൽ അവർ എന്നിലും, അഹം തേ ഞാൻ അവരിലുമാണ്. അപ്പൊ ഭഗവാൻ ആരുടെ കൂടെ ഉണ്ടാവുന്നത്? തൊഴുതു പോകുന്നവരുടെ കൂടെയാണോ?
ആണോ? അപ്പൊ ഇത് നമ്മൾ അനുസരിക്കേണ്ടതുണ്ടോ? ഉണ്ടോ? അപ്പൊ എന്താ ഭഗവാൻ നമ്മളോട് പറഞ്ഞത്? ആരാണോ എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നത്, സത്യസന്ധമായി പറയൂ. അങ്ങനെ അമ്പലത്തിൽ പോകുന്നവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഈ തൊഴുതു പോകുന്നവരല്ലാതെ നമ്മളിടയിൽ കുറവാണ്. ഭൂരിപക്ഷം തൊഴുതു പോകുന്നവരാണ്. അപ്പം നമ്മളെവിടെ കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കുന്നത്? എവിടെയാണ് നമ്മൾ ഈ വിഷൻ, ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയിട്ടുള്ളത്? ഈ കാഴ്ചപ്പാടിലാണോ ഇന്ന് അച്ഛനമ്മമാർ കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുവരുന്നത്? ഇവിടെ ഇപ്പം വെക്കേഷനാണ്, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു പോകുന്നു. സത്യത്തിൽ ഈ കാഴ്ചപ്പാടിൽ അമ്പലത്തിൽ കുട്ടികളെ കൊണ്ടുവരുന്നത് കുറവാണോ കൂടുതലാണോ? അത്രയും പറഞ്ഞാൽ മതി. പറയൂ. അപ്പം നമ്മൾ എന്ത് കൃഷ്ണഭക്തിയാണ് പറയുന്നത്? കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കാത്ത കൃഷ്ണഭക്തിയോ? ആ കൃഷ്ണൻ നിങ്ങളെ ശപിച്ചു പോവും. സത്യം. കൃഷ്ണൻ തന്നെ കുറെ കഴിഞ്ഞാലല്ലോ പറയും, എന്തിനാ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് എന്ന്. നമ്മൾ അങ്ങനെ ഒരു അന്ധഭക്തി ഉണ്ടാക്കി വെക്കരുത്. കൃഷ്ണനെ ഉൾക്കൊള്ളണം. ഞാനിതെന്താ പറയാൻ കാരണം വെച്ചാൽ, നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഞാൻ പറയുന്ന വിഷമം തോന്നും. കൃഷ്ണന്റെ കൂടെ ജീവിച്ച കൃഷ്ണന്റെ കുട്ടികൾ തമ്മിൽ തല്ലി നശിച്ച കഥ പറയുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. കൃഷ്ണന്റെ സ്വന്തം മക്കള് തമ്മിൽ തല്ലി മരിച്ച് നശിച്ച കഥ. അവർക്ക് പോലും കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെയാണോ നിങ്ങൾ പറയുന്നത് ഈ തൊഴുതുപോകൽ വലിയ കാര്യം? സ്വന്തം മക്കൾ, കൃഷ്ണന്റെ കൂടെ ജീവിച്ചവർ, അവർക്ക് പോലും മനസ്സിലായില്ല കൃഷ്ണനെ. കാണാൻ നമുക്ക് ഏകാദശ സ്കന്ധത്തിൽ വസുദേവര് തന്നെ പറയും, കൃഷ്ണന്റെ പിതാവായിട്ട് പോലും ഞാൻ മായയിൽ മോഹിച്ചുപോയി. ആ കൃഷ്ണന് വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല എന്ന് കുറ്റബോധത്തോടുകൂടി പറയുന്ന വസുദേവരെ ഭാഗവതത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാരദ മഹർഷി പാണ്ഡവരോട് പറയും, നിങ്ങൾ ഈ കൂടെ നടക്കുമ്പോഴല്ലോ കൃഷ്ണനെ ഡോണ്ട് ടേക്ക് ഹിം ഫോർ ഗ്രാൻഡഡ്. നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി കൊണ്ടു നടക്കരുത്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് കൊണ്ട് കൃഷ്ണൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അതിനുവേണ്ടി മാത്രം കൊണ്ടു നടക്കരുത്. ഭാഗവതത്തിലെ വരികൾ ഇങ്ങനെയാണ്: സവായം ബ്രഹ്മമഹത് പ്രമിക്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃത്വാകലുമാതുലേയ ആത്മാർക്കണീയോ വിധികുരുശ്ച. സവായം ബ്രഹ്മമഹത് പ്രമിക്യം. മഹാന്മാരായിട്ടുള്ള ആളുകൾ, തപസ്സികളായിട്ടുള്ള ആളുകൾ, സാധകന്മാരായിട്ടുള്ള ആളുകൾ നിരന്തരം ധ്യാനിച്ച് കണ്ടെത്തുന്ന കൃഷ്ണൻ, ആ ഉള്ളിലിരിക്കുന്ന കൃഷ്ണനെ വിട്ട് ഈ കൃഷ്ണനെ നിങ്ങൾ നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, സുഹൃത്തായിട്ടും പ്രിയനായിട്ടും ഒക്കെ കണ്ട് കാര്യസാധ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം, നിങ്ങൾക്കൊരു നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, വിനീതമായി പറയാണ്, ഈ കൃഷ്ണനെ എങ്ങനെ കാണണം? ആത്മാർക്കണീയോ. നിങ്ങൾക്ക് ഉയരണം, മനസ്സിനെ ഉയർത്തണം, കരുത്തുള്ളതാക്കണം എന്നുണ്ടെങ്കിൽ വിധികൃത് ഗുരുശ്ച. ആരായി കാണണം? ഒരു ഗുരുവായി കണ്ട് കൃഷ്ണനെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തൂ എന്ന് ആ നാരദ മഹർഷി പാണ്ഡവരോട് പറയുന്ന ശ്ലോകം. ഭാഗവതത്തിലെ വരികളാണതൊക്കെ. നിൽക്കട്ടെ. ഏതായാലും ഇവിടെ പറയുന്നത് ഞാനും അച്ഛനും എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് അച്ഛൻ്റെ പ്രശ്നം ഞാനല്ല പരിഹരിക്കേണ്ടത്. ഞാനൊരു ആശ്വാസം തന്നാൽ തൽക്കാലം സമാധാനം ഉണ്ടാവും, പക്ഷെ മനോബലം ഉണ്ടാവില്ല. മനോബലം ഉണ്ടാവണമെങ്കിൽ അച്ഛൻ തന്നെ അച്ഛൻ്റെ മനസ്സിനെ സാധന ചെയ്ത്, നേരത്തെ പറഞ്ഞില്ലേ, ഭജന്തിതുമാം ഭക്തിയ, നിരന്തര ഭക്തി കൊണ്ട് അച്ഛൻ തന്നെ മനസ്സിനെ ഉയർത്തിയെടുക്കണം. ഇപ്രകാരം അച്ഛനെ ഒരു ജ്ഞാനോപദേശം ചെയ്യുന്ന കൃഷ്ണനെയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വരികളുണ്ടെന്ന്. ഇപ്രകാരം അങ്ങനെ സമന്ത പഞ്ചഗോപാഖ്യാനം കഴിഞ്ഞ് ഭാഗവതത്തിലെ കഥകൾ പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകളുണ്ട്.